ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താണ് ഒരു ടാൻ റിമൂവൽ ആൻഡ് പിഗ്മെന്റേഷൻ റിമൂവൽ. അത് തന്നെ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൗച്ചിച്ചിയുടെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. എന്താ പറയുക, നിങ്ങൾ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട്. നെക്കിലും ഫേസിലൊക്കെ ഡിഫറെൻറ്റ് കളറായിട്ടിരിക്കുകയാണ്, അൺഈവൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ കൗച്ചിച്ചി പറഞ്ഞു നമുക്കൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാം, അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു പാക്ക് എവിടെ നിന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട്, തത്വ ഹെർബൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതൊരു അവരുടെ ബ്രൈറ്റനിങ് പാക്കാണ് കേട്ടോ. ബ്രൈറ്റനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെളുക്കുക അങ്ങനെയല്ല, ജസ്റ്റ് നമ്മളുടെ സ്കിന്നൊക്കെ ഒന്ന് ഡള്ളാവും. പിന്നെ നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പം ടാൻ അടിക്കും, ഹൈപ്പർ പിഗ്മെന്റേഷൻ ആകും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ മാത്രമാണ്. ഇതിൽ നമുക്ക് നോർമൽ വാട്ടറും പാലായാലും മിക്സ് ചെയ്ത് ചെറു ചൂടുള്ള പാൽ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കാം കേട്ടോ. ഇതിലിപ്പോൾ നീ എന്താ ഞാൻ ഇതിലിപ്പോൾ നോർമൽ ചെറു ചൂടുള്ള വെള്ളമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ പാലും തൈരൊക്കെ ഇതിൽ എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ നോർമൽ സ്കിന്നാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളം യൂസ് ചെയ്യും. ഇപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കുറച്ചുകൂടെ പാലിനോട്, അപ്പോൾ ഒരു വരുന്ന ടൈമാണെങ്കിൽ പാൽ യൂസ് ചെയ്യാൻ ഒരു കുറച്ചുകൂടെ ആക്റ്റീവ് ആകും. നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം. ഓക്കെ, ഞാനും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യണം. നമ്മൾ എന്താ പറയുക, ഫേസ് നല്ലപോലെ കെയർ ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉള്ളിലേക്ക് ഹൈഡ്രേഷൻ കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ കൂടെ നല്ലപോലെ വെള്ളം കുടിക്കണം കേട്ടോ. ഓക്കെ, ഇത് 10 മിനിറ്റ് വെച്ച് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇപ്പോൾ കാവിച്ചേച്ചി വാഷ് ചെയ്യുന്ന കണ്ടില്ലേ, അതുപോലെ ആണ് നമ്മൾ വാഷ് ചെയ്യേണ്ടത്. പയ്യെ വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് മസാജ് ചെയ്ത് വേണം നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക പാക്ക് നമ്മുടെ ഫേസിൽ നിന്ന് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഒരു വിസിബിൾ റിസൾട്ട് വരാൻ എത്ര വട്ടം എഴുതണം? ഡെയിലി ഇടുവാണെങ്കിൽ നല്ലതാണ്. ഡെയിലി യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് സാധനമാണ്. അപ്പോൾ ഇത് കവിച്ചേച്ചി നല്ലപോലെ വാഷ് ചെയ്ത് ടവൽ വെച്ച് ഡ്രൈ ആക്കി. അപ്പോൾ കവിച്ചേച്ചി തന്നെ പറ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഒരു ആ ഡൾനെസ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ, നല്ല വ്യത്യാസം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് തന്നെ ഈ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും. ഞങ്ങൾ എന്താ പറയുക, അത് വാഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ, ലിപ് ബാം ഇട്ടു. നിങ്ങൾക്ക് തന്നെ ഈ ചേഞ്ചസ് മനസ്സിലാവും. നമുക്ക് ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ചേഞ്ച്. ഈ കവിച്ചേച്ചിയുടെ എന്താ പറയുക, ആ ഒരു അനുഭവം നിങ്ങളോട് പറയുമോ? കവിച്ചേച്ചി പറഞ്ഞു. ആക്ച്വലി ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയായിരുന്നു. ഒരു 1 വീക്കായി എൻ്റെ സ്കിന്ന് ഭയങ്കര ടാനായിട്ട് ഡള്ളായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പല വട്ടം ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഫസ്റ്റ് വട്ടം ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് എനിക്ക് വിസിബിളായിട്ട് എനിക്ക് ക്യാമറയിൽ എത്രത്തോളം അത് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ വി ക്യാൻ ഫീൽ ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുവട്ടം കൂടി ഇടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഹൈപ്പർ പിഗ്മെന്റേഷനും ടാനിങ്ങും മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ടാറ്റാ.